ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇതെന്താണെന്നല്ലേ, ഇതാണ് നമ്മുടെ ഗോതമ്പ്. ഞാൻ കഴുകി ഉണക്കി മില്ലിൽ പൊടിക്കാൻ വേണ്ടിയിട്ട് കഴുകി ഉണക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ എനിക്ക് പൊടിക്കാൻ ടൈം കിട്ടിയില്ല. അപ്പോൾ നന്നായിട്ട് നമുക്ക് വറുത്ത് ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഒരു 2 പ്രാവശ്യം വറുത്ത് ഞാൻ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് മാറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് 3ാമത്തെ പ്രാവശ്യം വറുക്കാൻ എടുത്തപ്പോഴാണ് ഇതെല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇതുപോലെ വറുത്ത് പൊടിച്ച് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മണവും നല്ല രുചിയാണ്. ഇങ്ങനെ അറിവില്ലാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് കൂടി വറുത്തിട്ട് നമുക്ക് സാധാരണ രീതിയിൽ ഗോതമ്പ് പൊടിച്ച് പുട്ടുണ്ടാക്കാം. അതൊന്ന് കാണാം. അപ്പോൾ ഗോതമ്പ് നന്നായിട്ട് വറുത്ത് നന്നായിട്ട് മൂത്ത് തുടങ്ങി പൊട്ടി തുടങ്ങുന്നതാണ് ഇതിൻ്റെ പരുവം. അപ്പോൾ ഇങ്ങനെ ഓരോ ഗോതമ്പായിട്ട് ഇങ്ങനെ പൊട്ടി ചാടുന്നതല്ലേ, അതാണ് ഇതിൻ്റെ കറക്റ്റ് വറുത്ത് മൂത്തെടുത്തതിൻ്റെ പരുവം ഇതാണ്. ഇത് നമുക്ക് ഇതും തണുക്കാനായിട്ടിടാം. തണുത്തതിന് ശേഷം പൊടിച്ച് പുട്ടുണ്ടാക്കാം. നമുക്ക് വെറൈറ്റി ആയിട്ട് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ അതെല്ലാവരെയും അറിയാത്തവരെ ഒന്ന് കാണിക്കുന്നത് നല്ലതാണല്ലോ. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ച് പുട്ടുണ്ടാക്കാം. ഈ വറുത്ത് വെച്ച ഗോതമ്പ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് കുറേശ്ശായിട്ട് മിക്സിയുടെ ഈ ജാറ് നമുക്ക് അല്പം പോലും വെള്ളമില്ലാത്ത രീതിയിൽ തുടച്ച് വൃത്തിയാക്കി എടുക്കാം. എന്നിട്ട് അതിലേക്കിട്ട് കുറേശ്ശായിട്ട് പൊടിച്ചെടുക്കാം. നന്നായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. മില്ലിലൊക്കെ പൊടിച്ചെടുക്കുന്ന പോലെ തന്നെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ വീട്ടിൽ നമുക്ക് പൊടിച്ചെടുക്കുന്ന കഴുകി ഉണക്കി വറുത്ത് പൊടിച്ചെടുക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒരു പ്രത്യേകത തന്നെയാണ്. നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ പൊടിച്ചെടുക്കാം. അടുത്ത സെക്ഷൻ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി കുറച്ചുകൂടി ഒന്ന് തണുക്കാനുണ്ട്. തണുത്തതിന് ശേഷം ബാക്കി പൊടിക്കാം. ഇത് നമുക്ക് പുട്ടുണ്ടാക്കുന്ന ടൈമിൽ മറ്റേ ബാക്കിയിരിക്കുന്ന ഗോതമ്പ് നന്നായിട്ട് തണുത്തിട്ടും അപ്പോൾ ലാസ്റ്റ് അതുകൂടി പിന്നീട് പൊടിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ അരിച്ചെടുക്കുന്നില്ല, കാരണം നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് പൊടിച്ച് വന്നിട്ടുണ്ട്. ഈ അരിച്ചെടുത്താൽ ഇത് കൂടുതൽ ഫൈബർ കണ്ടൻ്റ് ഉള്ളതാണല്ലോ ഗോതമ്പ്. അരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുറേ ഫൈബറെല്ലാം നഷ്ടമാകും. പിന്നെ അതുകൊണ്ട് പിന്നെ വലിയ ഉപയോഗമില്ലല്ലോ ഗോതമ്പിന്. ശരിക്കും നല്ല സോഫ്റ്റ്, ചെറിയ ചൂടുണ്ട്. അത് നമുക്ക് പുട്ടുണ്ടാക്കാം. എന്ത് പാത്തു? ഗോതമ്പ് മാവ് നന്നായിട്ട് ഞാൻ നനച്ചെടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. കട്ട കെട്ടിയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് സാധാരണ പുട്ടിന് നനയ്ക്കുന്നത് പോലെ തന്നെ നനച്ച് പുട്ടുകുറ്റിയിൽ വെച്ച് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മുടെ ആവി പറക്കുന്ന നല്ല ഗോതമ്പ് പുട്ട് റെഡിയായിട്ടുണ്ട്. അത് നീക്കി വെച്ചപ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോയതാണ്, ഒന്ന് പിരിഞ്ഞു പോയതാണ്. അതെന്നാലും നല്ല സോഫ്റ്റ്, നല്ല ടേസ്റ്റായിട്ടുള്ള പുട്ടാണ്. നല്ല മണമുണ്ട് പുട്ടിന്. നമ്മൾ വറുത്ത് പൊടിച്ചപ്പോൾ ഉള്ള ഒരു പ്രത്യേകതരം മണം. അടിപൊളി ടേസ്റ്റ്, സൂപ്പർ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി എന്ന് വെച്ചാൽ സൂപ്പർ ടേസ്റ്റാണ്. അല്ല, അങ്ങനെയല്ല. Ay, lupamos.